പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഈ ദിവസത്തിൽ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നാം ആഘോഷിക്കുന്നു. 3 പേരുടെ നമ്മൾ നാമത്തിലൂടെ ശ്രമിച്ചതുപോലെ 3 പേരുടെ തിരുനാളാണ് കത്തോലിക്ക സഭ സാഘോഷമായിട്ട് ആഘോഷിക്കുക. യേശുവിന്റെ ജനനവും ശ്രാപിയോഗ്യന്റെ ജനനവും പരിശുദ്ധ അമ്മയുടെ ജനനവും. ഈ ജനന തിരുനാളിന് ഈ ബലിപീഠത്തെ നമ്മൾ ഓരോരുത്തരും സമീപിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ അമ്മയ്ക്ക് എന്ത് സമ്മാനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുവാനായിട്ട്, ജന്മദിന സമ്മാനമായിട്ട് കൊടുക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ കരങ്ങൾ ശൂന്യമാണെങ്കിലും നമ്മുടെ മനസ്സും ഹൃദയവും നിറയെ പ്രാർത്ഥനകളും നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മയാകട്ടെ ഈശോയ്ക്ക് ജന്മം കൊടുക്കണമെന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നടത്തി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം പരിശുദ്ധ അമ്മ നടത്തിയതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതാ അങ്ങയുടെ പ്രിയ ദാസൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നടത്തുമ്പോൾ ഈശോ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ വന്ന് വസിക്കുകയും നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ ഈ ജന്മതിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവ വിചാരത്തോടുകൂടെ ജീവിക്കുവാനും ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റണമെന്നും ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. കർത്താവേ, സ്വർഗീയ കൃപാവരദാനം അങ്ങേ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ ജനന തിരുനാൾ സമാധാനത്തിന്റെ വർധന പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ഇന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാലിനെ പോലെ കുതിച്ചു ചാടും, മൂങ്ങന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കർത്താവിന്റെ വചനം. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക, വിധവകളെ
എല്ലാവരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ലേഖനത്തിൽ നിന്ന് എന്റെ സഹോദരിയെ മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരമടഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഴിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കണമെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചതിനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുകയെന്നോ എന്റെ പാദപ്പെടുത്തിനടുത്ത് ഇരിക്കുകയെന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരി ശ്രമിക്കുകയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? കർത്താവിന്റെ വചനം. സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോട്ടായ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തോടുകൂടി ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബദരിലും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവരുമായി ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിലേക്കോ തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പുകൊണ്ട് അവനോട് പറഞ്ഞു, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബദിരർക്ക് ശ്രവണ ശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു. കർത്താവിന്റെ സുവിശേഷം. സഭയുടെ അടിസ്ഥാന ദൗത്യമായ സുവിശേഷ വൽക്കരണം ദൈവരാജ്യ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമാണ്. ക്രിസ്തുവിന്റെ ദൈവരാജ്യ ശുശ്രൂഷ ഇന്നും സഭയിൽ തുടരുന്നത് വിവിധ ശുശ്രൂഷ പ്രവർത്തനങ്ങളിലൂടെയാണ്. മനുഷ്യരുടെ സമഗ്ര വളർച്ചയും സമൂഹത്തിന്റെ സമ്പൂർണ്ണ മോചനവും ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഈ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നമ്മുടെ രൂപതയിൽ BCC, ഇടവക, ഫൊറോന, രൂപതാതല ശുശ്രൂഷ സമിതികളിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിന് പുതുജീവൻ നൽകുന്നതാണ് 3 വർഷം കൂടുമ്പോൾ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ. സഭയിലെ നവീകരണ പ്രക്രിയയുടെ ഭാഗമായി രൂപം കൊണ്ട സുപ്രധാന ആശയങ്ങളാണ് ആത്മായ പ്രവേശനവും പങ്കാളിത്ത സഭാ സംവിധാനങ്ങളും. സഭ ദൈവജനമാണെന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ ദർശനത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ആശയങ്ങൾ രൂപപ്പെട്ടത്.
അൽമായ വൈദികരുടെ നല്ല സഹായികളും അടുത്ത സഹകാരികളുമായിരിക്കണം എന്നതാണ് കൗൺസിൽ ദർശനം. ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു പ്രധാന സംവിധാനമാണ് അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ, പങ്കാളിത്ത സഭാ സംവിധാനങ്ങൾ എല്ലാ ഇടവുകളിലും രൂപപ്പെടേണ്ടതും അൽമാരെ അതിനായി ഒരുക്കി എടുത്തുകൊണ്ട് സഭാ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കേണ്ട വലിയ ഉത്തരവാദിത്വം സഭാ നേതൃത്വത്തിനുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് BCC തലം മുതലുള്ള തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി ദൈവേഷ്ടം അന്വേഷിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അതുകൊണ്ട് തന്നെ ദൈവേഷ്ടത്തിനായി പ്രാർത്ഥനയോടെ സ്വാതന്ത്ര്യവും നീതിനിഷ്ഠവും പക്ഷപാതരഹിതവുമായ ഒരു പങ്കാളിത്ത സഭാ സംവിധാന രൂപീകരണമാകണം തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. കഴിഞ്ഞ 28 വർഷങ്ങളായി നമ്മുടെ രൂപതയിൽ ഈ പങ്കാളിത്ത സഭാ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരികയാണ്. രൂപതയുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കി പദ്ധതി രൂപീകരിക്കുവാനും കാര്യക്ഷമമായി നടപ്പിലാക്കുവാനും കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും അൽമാരുടെ പങ്കാളിത്തത്തിലൂടെയുള്ള ഈ പ്രവർത്തന ശൈലി സഹായിക്കുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം പോകുന്നത്. 2025-2027 വർഷത്തേക്കുള്ള BCC തെരഞ്ഞെടുപ്പ് 2024 ഒക്ടോബർ 1-നും നവംബർ 30-നും ഇടയ്ക്ക് നടത്തേണ്ടതാണ്. KLC, KLCW എന്നിവയുടെ തെരഞ്ഞെടുപ്പുകളും ഈ കാലയളവിൽ നടത്തുന്നതായിരിക്കും. ഡിസംബർ മാസത്തിൽ ഇടവക തലത്തിൽ വിവിധ ശുശ്രൂഷ സമിതികൾ രൂപീകരിക്കേണ്ടതും 2025 ജനുവരി 5-ാം തീയതി ഞായറാഴ്ച ഇടവക അജപാലന സമിതി സത്യപ്രതിജ്ഞ ചെയ്ത് ശുശ്രൂഷ ദൗത്യം ഏറ്റെടുക്കേണ്ടതും തുടർന്ന് ഫറോന റീജിയൻ രൂപതാതല ശുശ്രൂഷ സമിതികൾ രൂപീകരിക്കേണ്ടതുമാണ്. ഇടവക അജപാലന സമിതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതൽ BCC ഭാരവാഹികളും അവരുടെ ദൗത്യം ഏറ്റെടുക്കുന്നു. അടിസ്ഥാന ക്രൈസ്തവ സമൂഹ മാർഗരേഖയിലെ എല്ലാ നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിർബന്ധമായി പാലിച്ചുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അതുപോലെ ഇടവക അജപാലന സമിതിയിലെ ധനകാര്യ സമിതിയിലെ രൂപീകരണവും അതാത് നിയമാവലി പ്രകാരമായിരിക്കണം. ഹാജർ പരിശോധിക്കുമ്പോൾ 2022 ജനുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള യോഗങ്ങളാണ് പരിഗണിക്കേണ്ടത്. സെപ്റ്റംബർ 22-29 തീയതികളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മാർഗരേഖ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ദിവ്യബലി സമയത്ത് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 2 ഞായറാഴ്ചകളിൽ ദിവ്യബലി മധ്യേ ഓരോ യൂണിറ്റിന്റെയും തെരഞ്ഞെടുപ്പ് തീയതി, സമയം, സ്ഥലം എന്നിവ അറിയിക്കേണ്ടതാണ്. ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നോട്ടീസ് ബോർഡിലും ഇത് പ്രസിദ്ധീകരിക്കേണ്ടതുമാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധമായ വിശദമായ കാര്യങ്ങൾ രൂപതാ ശുശ്രൂഷ കോർഡിനേറ്റർ കാര്യാലയത്തിൽ നിന്നും അറിയിക്കുന്നതാണ്. സുവിശേഷവൽക്കരണം ത്വരിതപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിന് ഈ തെരഞ്ഞെടുപ്പ് ശക്തി പകരട്ടെ. ക്രിസ്തുവിന്റെ ദൗത്യത്തോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരാകുവാനും സുവിശേഷ സാക്ഷികളാകുവാനും പുതിയ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹാശംസയുടെ ഡോക്ടർ വിൻസെന്റ് സാമുവൽ നെയ്യാറ്റിങ്കര രൂപതാംഗത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നമ്മൾ നടത്തുന്നതിന് മുന്നൊരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചന ഭാഗത്തിലാകട്ടെ, ചെകിടന് ഈശോ കേൾവി കൊടുത്തു, ഊമന് സംസാര ശക്തി കൊടുത്തിട്ട് പറഞ്ഞത് ഇപ്രകാരം, തുറക്കപ്പെടട്ടെ എന്ന്. നമ്മുടെ മനസ്സും ഹൃദയവും ക്രിസ്തുവിലേക്ക് തുറക്കപ്പെട്ടതായിട്ട് യഥാർത്ഥത്തിൽ മാറണം. മനസ്സും ഹൃദയവും തുറക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ക്രിസ്തു സാക്ഷിയായിട്ട് മാറുവാനായിട്ട്, പ്രേക്ഷിത ചൈതന്യമുള്ള വ്യക്തിയായിട്ട് മാറുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് തന്റെ ജീവിതത്തിലൂടെ സാധിച്ചു. എപ്പോഴും ഒരു തുറവി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു
പുറമേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാവരോടും തുറന്ന ഹൃദയത്തോട് തുറന്ന മനസ്സോടുകൂടെ പെരുമാറുവാനായിട്ട്, മറ്റുള്ളവർ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടൊക്കെ ജീവിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഇരുത്തുവാനായിട്ടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നും ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏത് ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ, നമ്മുടെ പിതാവിനെ, എല്ലാ മെത്രാന്മാരെയും വൈദികരെയും ക്രിസ്ത്യേഷനെയും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകക്കാരെയും ബഹുമാനമുള്ള വിനോദിസത്തിനെയും കൈമാറി സംരക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൂടെ ആയതുകൊണ്ട് സഭാമക്കളെ നേർവഴിയോട് നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥത ഒഴികെ ജനനന്മയ്ക്കായി പ്രവർത്തിക്കുവാനും രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാനും അവരെ സഹായിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ സ്വീകരിക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും അനേകർക്ക് അനുകൂലമായി തീരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Oh
എല്ലാവർക്കും പകർന്നു നൽകുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാഥനെ മാതൃകയായി കണ്ട് ശോഭനമായ ജീവിതം രൂപപ്പെടുത്തുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈശ്വരൻ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാചിച്ചു. നമ്മൾ കടന്നുപോയിടങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യം നമുക്കൊക്കെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒരാഴ്ചയും എവിടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അവയൊക്കെ നല്ല രീതിയിൽ അനുകൂലമാക്കി നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നും അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് തിരിച്ചറിയുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവരും പഠന മേഖലകളിലായിരിക്കുന്നവരും സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും വിദേശത്തും സ്വദേശത്തും ജോലി മേഖലകളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതോടൊപ്പം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ അമ്മമാരും ഏറ്റെടുക്കുന്ന ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീണത്, ഈ ഭൂമിയിൽ നമ്മൾ വ്യാപരിക്കുന്നത്. അമ്മമാര് നമുക്ക് വേണ്ടി എടുക്കുന്ന എല്ലാ ത്യാഗങ്ങളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്തെന്നാൽ കാലത്തിന്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസത്തിൽ യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
നിന്ന് ശരീരം ധരിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ പുത്രന്റെ മനുഷ്യ പ്രകൃതി ഞങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യക പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനൈക പുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗങ്ങളുടെ ശക്തികന്മാരും ധന്യരായ ഭക്തി ജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരം ചേരുവാൻ അനുവദിക്കണം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങൾ സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനതയെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൻ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും
എന്തെന്നാലിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴിൽ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മകനുമായൊപ്പം സ്വർഗ്ഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവും ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കണമെന്ന് ആഗ്രഹിച്ച് ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമാരെ കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുപ്പുകളുടെ അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്ട ദൈവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ പിതാവിനോടും അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലന്മാരോടും മഹിമയുടെ സാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിലേക്ക് സർവ്വലോകത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവികളോടും വൈദികത്തോടും അങ്ങയുടെ സകല ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയുന്നവേ. അങ്ങേ തിരുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിലെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയുടഞ്ഞ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ.
അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉപകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം ദീർഘം പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീങ്ങുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കന്യകാമറിയത്തിന്റെ ജനനത്തിൽ ഒന്നിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ദിവ്യ രഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിച്ച അങ്ങേ സഭ ആഹ്ലാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.